ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഇന്റിമേറ്റ് ഇമേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക കോപ്പിറൈറ്റർ ആയ ഒരു ഇമേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർഫ് ചെയ്ത ഇമേജ് തന്നെ ആക്ച്വലി നമ്മുടെ ലോന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ അതാരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഓൺലൈനിൽ ഇട്ടിട്ട് ബ്ലാക്ക് മെയിൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട 2 പോയിന്റ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കായിരിക്കും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് കോമൺ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക തന്നെയാണ്. അത് സൈബർ പോലീസ് ആയിക്കോട്ടെ, നോർമൽ നമ്മുടെ പോലീസിൽ ഡയറക്റ്റ് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക, ഏതായിക്കോട്ടെ, രണ്ടും നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്സ് തന്നെയാണ്. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കറിയാലോ നമ്മുടെ ഇമേജ് ആണ് നെറ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് നെഗറ്റീവ് സംഭവങ്ങൾ എന്താ പറയുക വൈറലാവാൻ ഒരു സമയവും വേണ്ട. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇത്ര സമയം ഒന്നാമത് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഇവിടെ സൈബർ ക്രൈം എന്ന് പറയുന്നത് ഭയങ്കര ലാഗാണ്. അതുപോലെ അത് പറഞ്ഞിട്ട് കാര്യമെന്ന് വെച്ചാൽ അത്ര അധികം കേസുകളാണ്, അത്രയധികം ആൾക്കാരും ഇല്ല ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുക്കും. അപ്പൊ അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട 2 സ്റ്റെപ്സുകളാണ് നമ്മൾ പറയുമ്പോൾ. നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ ഇമേജ് ടേക്ക് ഡൗൺ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ പറ്റൂട്ടാ. അപ്പൊ അങ്ങനത്തെ 2 സൈറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ ഗൂഗിളിൽ പോയിട്ട് സ്റ്റോപ്പ് NCII എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. ഗൂഗിൾ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഫസ്റ്റ് തന്നെ ഇമേജ് സംഭവം കിട്ടും. ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് കിട്ടും, കണ്ടോ, stopnci.org എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ കുറെ ഫേക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് തന്നെ കാണിക്കുന്നുണ്ട്, കണ്ടോ, ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ടോ. അപ്പൊ ഈ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് താഴെ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് എ കേസ് എന്നിട്ട് കാണിച്ചു തരാം. ഒരു സംഭവം കാണും, അതിൽ കയറിയിട്ട് നിങ്ങളുടെ കേസ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം നിങ്ങളുടെ ഇമേജ് ഇതെന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ്, നമ്മുടെ സ്റ്റോപ്പ് നോൺ കൺസെൻഷ്യൽ ഇന്റിമേറ്റ് ഇമേജ് അബ്യൂസ്. അതായത് ഈ നമ്മുടെ എന്താ പറയുക ആരെങ്കിലും ഇപ്പോൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ഓൺലൈനിൽ അത് അബ്യൂസിനെ തടയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കുറെ കാലമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് ഇവർ ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതം ബേസ്ഡ് ആണ്. നമ്മുടെ ഇമേജ് ഇവർക്ക് നമ്മുടെ ഇവരുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ അത് ഇവരെ സെർവറിലേക്ക് അപ്ലോഡ് ആവില്ല. അത് ആക്ച്വലി ആ ഇമേജിന്റെ ഒരു ബാർ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇവർ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലേക്കും ഇവർ ഷെയർ ചെയ്യും. ഈ ബാർ കോഡാണ് ഷെയർ ചെയ്യുക, ഇമേജ് ഷെയർ ചെയ്യില്ല. അതാണ് ഇവരൊരു ഗുണം. അതുകൊണ്ട് തന്നെ സേഫ് ആണ്. അപ്പൊ നമുക്ക് ഈ ബാർ കോഡ് വെച്ചിട്ടാണ് ഇവർ നമ്മുടെ ഈ ഇമേജിന്റെ കോപ്പീസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് ടേക്ക് ഡൗൺ ചെയ്യാൻ നോട്ടീസ് കൊടുക്കുന്നത്. മോസ്റ്റ്ലി എല്ലാ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ സംഭവത്തിലേക്കും ഇവരുടെ ത്രൂ ഷെയർ ഔട്ടാണ്. ഇപ്പൊ ഇത് ആക്ച്വലി 2015 കണ്ടുപിടിച്ച റിവെഞ്ച് പ്രോൺ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ത്രൂ ആണ് ആക്ച്വലി ഇവരുടെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ത്രൂ ആണ് ഇവർ വർക്കിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ടൂളാണ്, ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇത് വേൾഡ് വൈഡ് എല്ലാവർക്കും അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ള സംഭവമൊന്നുമല്ല, വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേറെ സൈറ്റിൽ സംഭവങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കാം. ഉണ്ട് ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം. ഇത് ആക്ച്വലി ഇപ്പൊ പറഞ്ഞേക്കുന്നത് 18 above ഏജ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടുത്ത് നിങ്ങൾ പോകേണ്ട സംഭവമാണ് DMCA വെബ്സൈറ്റ്. DMCA ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടുമല്ലോ, DMCA ടേക്ക് ഡൗൺ. DMCA നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഇതൊരു കോപ്പിറൈറ്റ് ആണ്, അതായത് ഡിജിറ്റൽ മിലീനിയം കോപ്പിറൈറ്റ് ആക്ട് എന്ന സംഭവമാണ്. അതായത് നമ്മുടെ ഒരു സാധനം ഓൺലൈനിൽ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു ടൂളാണ്. അപ്പോൾ എലക്ഷന്റെ സംഭവം കാരണം ഇവിടെ ഇരിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഇതിൽ നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യാനുള്ള സംഭവമാണ്. ഇതിൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ഫോമാണ്, കണ്ടോ, ഇങ്ങനെ ഒരു ഫോം ഉണ്ട്. ഈ ഫോമിൽ നമ്മുടെ കണ്ടന്റിന്റെ URL അടിച്ചു കൊടുക്കുക. ഫോട്ടോ ഒന്ന് URL അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് എവിടെന്നാ കോപ്പി ചെയ്ത സംഭവങ്ങൾ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആ ഡിസ്ക്രിപ്ഷനും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ സർവീസസ് ആയിട്ട് ഇത് ആക്ച്വലി ഫ്രീ സർവീസും ഉണ്ട്, ഫുള്ളി സർവീസ് ടേക്ക് ഡൗൺ എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഇവര് ക്യാഷ് കൊടുത്തിട്ടെന്ന് വെച്ചാൽ ഇതൊരു ഓർഗനൈസേഷനാണ്. $199 പെർ സൈറ്റ്. അത് കുറച്ച് അധികമാണ്. നമുക്ക് ഫ്രീ കോഡ്സും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്നതായിരിക്കും ഫ്രീ. അതുകൊണ്ടാണ് ഇവര് നേരത്തെ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഫേക്ക് സൈറ്റുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ സൈറ്റിന്റെ അഡ്രസ്സ് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അത് ഒറിജിനലിന്റെ അഡ്രസ്സ് വരുന്നത് DMCA.com ആണ്. മറ്റേന്റെ ഞാനും അന്നുകൂടി കാണിച്ചുതരാം, stopnci.org എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിന്റെ കുറെ ഫേക്ക് സംഭവങ്ങളുണ്ട് കാശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റോപ്പ് NC എന്ന് പറയുന്നത് നമുക്ക് പെയ്ഡ് സംഭവങ്ങളൊന്നുമല്ല, എല്ലാം ഫ്രീ തന്നെയാണ്. പക്ഷെ മറ്റത് നമുക്ക് ഫ്രീ മെമ്പർഷിപ്പും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പെയ്ഡ് മെമ്പർഷിപ്പ് കൊടുക്കാം. പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, സബ്സ്ക്രിപ്ഷൻ പോലെ തന്നെ. അപ്പൊ ഈ 2 സാധനങ്ങളും ഫസ്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ പോലീസ് കംപ്ലൈന്റിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കണ്ടന്റ് ഓൺലൈനിൽ എത്രയും പെട്ടെന്ന് ടേക്ക് ഡൗൺ ചെയ്യുന്നതാണല്ലോ നമ്മളൊരു എന്താ പറയുക പ്രയോറിറ്റി. അപ്പൊ നമുക്ക് ഒഫീഷ്യൽ നമ്മുടെ ഈ നോർമൽ മാനുവൽ മോഡിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ടൈം എടുക്കും. നിങ്ങൾക്ക് അറിയിക്കാം നമ്മുടെ
പോലീസ് സ്റ്റേഷനാണ്. നമ്മുടെ കോർട്ടും കേസൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ചിലപ്പോൾ കൊല്ലങ്ങൾ അതിന് പിന്നാലെ പോകേണ്ടി വരും. അപ്പോൾ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ സംഭവമാണ്, ഇത് ചെയ്യാൻ മറക്കേണ്ടത്. നമുക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട് ഇപ്പോൾ. അതായത് നമ്മൾ കുറച്ച് കാലം മുമ്പ് നമ്മുടെ കൺസ്യൂമർ കംപ്ലൈന്റ് എങ്ങനെ ഫയൽ ചെയ്യാനൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിയിലാണ് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ വീഡിയോ വെക്കാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 സൈറ്റുകളുടെയും അഡ്രസ്സ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ ആവശ്യമുണ്ടോ എടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണുന്നവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ചാനലായി JHH വേൾഡ് കാണുന്നവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയിക്കേണ്ട കമന്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.